എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട താരം ജയസൂര്യ. ഇപ്പോൾ നമ്മൾ മിമിക്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാസ്യ അഭിനയം, വേദിയിലുള്ള ഹാസ്യകലാ പ്രകടനം, ഇതൊക്കെ പുരുഷന്മാരുടെ കുത്തകയാണ് അല്ലേ? ഒരുപാട് കാലമായി മലയാള TV ചാനലുകളിലും വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മിമിക്രി കലാകാരിയാണ്. ഒരുപാട് ഹാസ്യവേഷങ്ങൾ ചെയ്തിട്ടുള്ള കലാകാരിയാണ് അടുത്തത് വരുന്നത് മിസ്സിസ് പ്രിയങ്ക അനൂപ്. നിങ്ങൾ തമ്മിൽ സിനിമയിൽ കല്യാണത്തിലാണ് ഏറ്റവും ആദ്യമായിട്ട് അവസാനമായിട്ട് അഭിനയിച്ചത്. അതെ, 14 വർഷങ്ങളായി. തീർച്ചയായിട്ടും 14 വർഷമായി പുലിവാൽ കല്യാണം. ഈ പ്രിയങ്കയ്ക്ക് ഒരു പരാതി ഉണ്ട്. ശരിക്ക് 14 വർഷം എന്തിനാണ് പറഞ്ഞത്? 12 വർഷം ഞാൻ സിനിമയിൽ വന്നിട്ട് ചുമ്മാ പറഞ്ഞതാ. കണക്കറിയാവോ നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. അതല്ല, മനസ്സിലായി. ശരിക്ക് പ്രിയങ്ക എല്ലാ പടത്തിലും വേലക്കാരിയായിട്ട് ആണ് അഭിനയിപ്പിക്കുന്നത്. ഒരു നല്ല വേഷം അല്ലെങ്കിൽ ഒരു ഗ്ലാമർ വേഷം കൊടുക്കണില്ല എന്നുള്ളൊരു പരാതി. എന്തിനാണ് ആദർശിക്ക അങ്ങനെ നോണ പറയണത്? സിദ്ദിഖ് സാറിന്റെ പടത്തിൽ ഞാൻ വേലക്കാരിയായിരുന്നോ? അല്ല, അടിപൊളി നാടക നടി ശകുന്തള ആയിരുന്നു. അറിയില്ലേ നിങ്ങൾക്കൊക്കെ? ശകുന്തള എന്താ അത് വേലക്കാരിയാണോ? അത് ശരി. അപ്പൊ നേരത്തെ അവിടെ വിയറ്റ്നാം കോളനിയിൽ വേലക്കാരിയാണോ? ഞാനതൊക്കെ പലതോടെന്ന് പറയും. എന്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയോ? എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നെ എല്ലാ പടത്തിലും കൊണ്ടുപോയിട്ട് വേലക്കാരിയായിട്ട് മുണ്ടും ബ്ലൗസും ഒക്കെ ഇടിപ്പിച്ച് ഒരു വേലക്കാരിയും ഇപ്പം മുണ്ടും ബ്ലൗസും എടുക്കാറില്ല. എൻ്റെ ഫ്ലാറ്റിലൊക്കെ പറഞ്ഞ വേലക്കാരിയൊക്കെ എന്നെക്കാളും നല്ല ഡ്രസ്സിങ്ങിലാണ് പറഞ്ഞത്. എന്നിട്ട് സിനിമയിൽ മാത്രമല്ല വേലക്കാരി. സത്യം പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ പഴയ ഏത് ഡയറക്ടർ ഇപ്പോഴാണെങ്കിലും പണ്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ ഉണ്ട്, ഓൾഡ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആരുണ്ടെങ്കിലും ഒരു വേലക്കാരി തന്നെ അപ്പം എടുത്തു കൊടുക്കും, ഒരു മുണ്ടും ബ്ലൗസും തോർത്തും. എന്തിനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. വേലക്കാരിക്ക് പേര് ജാനു. ജാനു. അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നാമതായിട്ട് കോമഡി അഭിനയിക്കുന്ന ആൾക്കാർ മിക്കവാറും ഒന്നെങ്കിൽ ഡ്രൈവറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അടുക്കള വശത്തൊക്കെ വന്ന് അപ്പൊ അവർക്ക് മുണ്ടും ബ്ലൗസും കൊടുത്ത് ജോലിക്കാരെ നിർത്തും. ഞാൻ നോക്കിയപ്പോൾ 2-3 പടമൊക്കെ അങ്ങനെ കിട്ടി. പിന്നെ എനിക്കന്നെ എന്തിനും ഇങ്ങനെയൊക്കെ വേഷം. ഇവരിനി എന്ന് സാരി നൈറ്റി കിട്ടും നല്ല അടിപൊളി ജോലിക്കാരെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലിക്കാർ. അതുകൊണ്ട് മാറ്റിയതല്ല, കോമഡി ആവുമ്പോൾ ചിലപ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരിക. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും അതുപോലത്തെ വേഷം ഒന്നും ചെയ്യില്ല. ഇപ്പൊ എന്റെ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു മുണ്ടും ബ്ലൗസ് എടുത്ത് തരാൻ തോന്നുന്നുണ്ടോ? പറ. അല്ല, പ്രധാനമായിട്ട് ഇത്രയും ഒരു മെച്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ ഈ ശരീരപ്രകൃതിയുള്ള ഒരു ജോലിക്കാരി വീടുകളിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അല്ലെ, വീട്ടുകാർക്ക് ഭക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ടും പ്രിയങ്കയെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്നവരെ സമ്മതിക്കണം. അതല്ല, ഇപ്പൊ ഈ കോസ്റ്റ്യൂമില് ഒരു ചേഞ്ച് ഉണ്ട്. എടുക്കാം ഓഫീസിലെ വേലക്കാരി. അപ്പോഴത്തേനും അങ്ങോട്ടേ ചിന്തിക്കുള്ളൂ. എന്നാ പിന്നെ ഒന്ന് ചേഞ്ച് ആയി, കാണാൻ കുറച്ചൊക്കെ മാറ്റം വന്നു. എന്നാ പിന്നെ സിദ്ദിഖ് സാർ ഹിന്ദി പടം എടുക്കുന്നുണ്ട്, അതിൽ വല്ല സൽമാൻ ഖാന്റെ കൂടിയോ ഷാരൂഖ് ഖാന്റെ കൂടിയോ ഒന്ന് അഭിനയിപ്പിക്കുക. ആ ഒരു ചിന്തയെ നിങ്ങൾക്കില്ലല്ലേ? ഇവരൊക്കെ തന്നെയാണ് ഈ ഫീൽഡിലെ ഏറ്റവും വലിയ പാരകള് അല്ലേ? അവിടെ നിസ്സാര ആഗ്രഹമല്ലേ പറഞ്ഞ സൽമാൻ ഖാന്റെ ഷാറൂഖ് ഖാന്റെ അവര് ടാക്സി എടുത്ത് ഒന്ന് അടിക്കും ഉണ്ടായിരുന്നു. നമുക്ക് ആഗ്രഹിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു പരിധിയില്ലേ? പരിധി ഇല്ല എനിക്ക്. അവർക്കുണ്ട്. അവര് കേട്ടിട്ടില്ലല്ലോ. കേക്കട്ടെ, അതാ ഞാൻ പറഞ്ഞു, കേട്ട് കഴിഞ്ഞാൽ ടാക്സി എടുത്ത് വരുമെന്ന്. നോക്ക്, ഇവിടെ ആഗ്രഹിക്കുന്നത് കൊക്കിലൊതുങ്ങുന്ന കൊത്താന്ന് പറയുന്നത് ഇത് വലിയ കൊക്ക. അത് കൊത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. കൊക്ക് വലുത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇപ്പോഴത്തെ പടങ്ങൾ വെച്ച് നോക്കിയാൽ ചിലപ്പോ കുറച്ച് പ്രായമുള്ള സ്ത്രീയെ സ്നേഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ അഭിനയിച്ചൂടെ? എപ്പോഴും കൊച്ചു പിള്ളേരെ ചുറ്റിക്കറങ്ങി പ്രേമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു പെൺപിള്ളേർ ഇപ്പൊ എല്ലാം 30-40 ടാക്സാ. അല്ല, ഞാൻ പറഞ്ഞത് ഈ എന്താണ് ടീച്ചറെ പ്രേമിക്കുന്ന കഥയൊക്കെ ഇപ്പൊ ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ സിനിമ പ്രതിസന്ധി ആയിരുന്നപ്പോഴത്തേക്കും മറ്റേ ചേച്ചി ഇറക്കിയതാ. അതെ, ഇനിയിപ്പോ നിങ്ങൾ ന്യൂ ജനറേഷൻ പടമായാലും ഓൾഡ് ജനറേഷൻ പടം ഏത് പടത്തിലും വിളിച്ചില്ലെങ്കിലും ലൈഫ് പരമായിട്ടുള്ള ജനറേഷനിൽ ഞാൻ ഓക്കെയാ. അതുകൊണ്ട് തൽക്കാലം കുടുംബപരമായ ജനറേഷൻ മതി എനിക്ക്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചോ. എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്, ജനങ്ങൾ ഇങ്ങനെ നല്ലപോലെ ശരി നിങ്ങൾ വിളിച്ചോ, ഞാൻ അഭിനയിക്കാം. നല്ല റോൾസ് ആണെങ്കിൽ മാത്രം. സിദ്ദിഖ് സാറിന്റെ എന്തായാലും
2 പടം ചെയ്തോളൂ, മാന്നാർ മത്തായി, വിയറ്റ്നാം കോളനി. അതോടെ പഠിച്ച്. അല്ല പഠിച്ചല്ല, 2 പടവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര നാൾ ഓടിയിട്ടുണ്ട് മാന്നാർ മത്തായി. ഇല്ലെന്ന് പറയാവോ? സമ്മതിക്കും. പുലിവാൽ കല്യാണം പറ. നന്നായിട്ട് ഓടി, നന്നായിട്ട് ഓടിയെന്ന്. അപ്പൊ പിന്നെ അതുപോലെ ഹിറ്റ്സുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് കൊള്ളാം. പക്ഷേ നമ്മുടെ മാന്നാർ മത്തായിൽ ഒരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു. ഡാൻസ് അറിയില്ല അന്ന് പ്രിയങ്കയ്ക്ക്. ഡാൻസ് അറിയാത്ത പ്രിയങ്കയാണ് അന്ന് ഡാൻസ് പഠിച്ചു ചെയ്തത്, അല്ലേ? ഓർക്കണില്ലേ? എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം. സ്റ്റേജിന്റെ പുറകെ പോയി എന്റെ പഴനിമല മുരുക എന്നെ ഈ ഡാൻസ് ഒന്ന് കരകയറ്റിത്താ, ഞാൻ ചവിട്ടി തന്നെ കയറിക്കോളാന്ന് പ്രാർത്ഥിച്ചാ ഡാൻസ് ചെയ്തു. ഭാഗ്യത്തിൽ എങ്ങനെയൊക്കെയോ വന്ന് വീണു. 2 കാര്യം പഠിച്ച് അന്ന് 2 കാര്യം പഠിച്ചിട്ടാണ് അഭിനയം ഡാൻസും അല്ലേ? ശരിക്കും പറഞ്ഞ അല്ലേ? എനിക്കൊരു കുഴപ്പം ഞാൻ പറയാം, എനിക്ക് നാടകത്തിൽ പോയി അഭിനയിച്ചോ, ഡാൻസിൽ കലാതിലകം മേടിച്ചോ ഒന്നും എനിക്ക് ഒരു കഴിവില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ വന്നു. ഇപ്പൊ കുഴപ്പമില്ല. പടം വിയറ്റ്നാം കോളനി ആദ്യത്തെ പടം. ശരി. അതിലൊരു ചുരിദാർ കയറി. സത്യം പറഞ്ഞാൽ ആ പടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല പുറത്തിറങ്ങുമ്പോ എന്നെ ദേ ചുരിദാർ കയറിയ പെണ്ണ് പോണെന്ന്. ഞാൻ വിചാരിച്ചില്ല പറയൂന്ന്. ഇൻട്രോഡ്യൂസ് ചെയ്ത് നമുക്കറിയില്ല, ആ പടത്തിലാണ്. അറിയില്ലായിരുന്നു. കാണോട്ടെ ഇത് കഴിഞ്ഞിട്ട്. അല്ല സത്യം പറഞ്ഞാൽ ആ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന മോഹം കൊണ്ടൊന്നും വന്നാലല്ല. ഞാൻ ശരിക്കും ജനിച്ചു വളർന്ന ഭരതേട്ടന്റെ വീടിന്റെ തൊട്ടടുത്താണ് എങ്കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം അവിടെ പണ്ട് തൊട്ടേ വടക്കാഞ്ചേരി, തൃശ്ശൂര്. അപ്പൊ അവിടെ പണ്ട് തൊട്ടേ ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ ഇങ്ങനെ കൊതിയോടെ നോക്കാറുണ്ട്. പക്ഷെ അഭിനയമൊന്നും നമ്മുടെ മനസ്സിലില്ലായിരുന്നു. അല്ല, ഭരതൻ സാറിന്റെ അടുത്തൊന്നും അവസരം ഒന്നും ചോദിച്ചു? ഇല്ല, കാരണം ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ നീ പഠിക്കുക, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെയാ പഠിക്കുക, ഇപ്പൊ അഭിനയമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ വേണ്ടാന്ന് വെച്ച് ഞാൻ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മേനോൻ സാറിനെ കാണാനും ഒരു ടെലിഫിലിമിൽ അഭിനയിക്കുന്നത്. ഹലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ വെച്ചാണ് സിദ്ദിഖ് സാറിന്റെ പേര്. ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്? ഏത് തരം കഥാപാത്രം? ഒരു നല്ല ഡയറക്ടറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാരക്ടറും ചെയ്യാൻ സാധിക്കും. മനസ്സിൽ അങ്ങനെ നായികയില്ല. അയ്യോ ഞാൻ ആ പടം വേണ്ട, എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളേ ഇല്ല. നമ്മൾ ആ സൈഡ് വഴിയൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച് അന്വേഷിച്ച് പതുക്കെ ഒതുങ്ങിയൊക്കെ പൊക്കോളാം. ഞാൻ കാരണം ഒരു പടം പൊട്ടി എന്ന് പറഞ്ഞ വിഷമമാണ്. ഒരു സഹനടിയോ ഒരു സീനോ ചെയ്ത് ഒരു പടം പൊട്ടാറില്ല. എന്റെ പേരിൽ ഒരു കാര്യത്തിലും അത് വരും. അല്ല ഞാൻ ഞാൻ ഏത് റോള് ചെയ്യാനായിട്ട് ശരിക്കും ഡ്രീം പ്രോജക്റ്റ് ഇല്ലേ, ശരിക്കും നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കണം അങ്ങനെ ഒരു ആഗ്രഹം, ഒരു കഥാപാത്രം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇല്ല, അതും ഇനി പിടിക്കണ്ട. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും എല്ലാ വേലക്കാരിയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അഭിനയിച്ച് ഭയങ്കര സംഭവമാണെന്നൊന്നും ആഗ്രഹമില്ല. ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന പ്രിയങ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ആ ചെറിയൊരു കലാകാരി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ലോട്ടറി. എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതിന് മുകളിൽ കിട്ടിയാൽ അതൊരു 1 കോടി ലോട്ടറി അടിക്കുന്ന പോലെ ആയിരിക്കും. ബോണസ്. അല്ല, 2 തലമുറയിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ ജനറേഷനും പുതിയ ജനറേഷനിലും. ശരിക്കും അന്നത്തെ അഭിനയം ഇന്നത്തെ അഭിനയം തമ്മിൽ പ്രിയങ്കയ്ക്ക് എന്ത് തോന്നിയിട്ടുണ്ട്? എന്ത് വ്യത്യാസം? ഒരു സീൻ തന്നെ എങ്ങനെ അഭിനയിക്കേണ്ടി വന്നു? അല്ല, അതിനകത്ത് അഭിനയം എപ്പോഴും നമ്മൾ വ്യത്യാസങ്ങളല്ല, ഈ 2 എന്നുള്ള വ്യത്യാസം മാത്രമേ ഞാൻ ഇപ്പോഴത്തെ പടങ്ങളിൽ കണ്ടിട്ടുള്ളൂ. അല്ല, നമ്മൾ ഈ ന്യൂ ജനറേഷൻ കുറച്ച് പറയുമ്പോൾ ഈ ചീത്ത അത് മാത്രമേ എനിക്ക് വ്യത്യാസമായിട്ടുള്ളൂ. പിന്നെ ഞാൻ അതുപോലെ ഒരുപാട് അല്ല അങ്ങനെ ഒരു സൗണ്ട് വ്യത്യാസം അല്ലാണ്ട് അഭിനയത്തിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോ നമ്മൾ അഭിനയിച്ചോണ്ട് പണ്ട് അഭിനയിക്കുമ്പോൾ പണ്ടൊക്കെ സിനിമയിൽ എത്ര ബലാത്സംഗം ഏതെങ്കിലും സിനിമയിൽ കാണിക്കാവോ? പണ്ട് അതില്ലാത്ത സിനിമ ഇറക്കില്ല. എന്താ പറയണ അമ്മച്ചി? നാണം വരണ ഈ നാണം എനിക്ക് ഇതിനു മുമ്പ് മറ്റേ മൂപ്പരുടെ മുമ്പിലേക്ക് ചായ ആയിട്ട് പോയപ്പോഴായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. അല്ല, ഇപ്പൊ പണ്ടത്തെ പടം ഇപ്പോഴത്തെ പടം വെച്ച് തോന്നുവാണ്. അന്നത്തെ ഫിലിമിന്റെ ഇറങ്ങുമ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. ദൈവമേ, ആ ഫിലിം കൂടുതലും ആ ഡാൻസ് ഒക്കെ എടുക്കുമ്പോൾ സത്യം സാറേ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അവിടെ നിന്നൊക്കെ ട്രോളിയിട്ട് വന്നിട്ട് ഇത്രയും നേരം എൻ്റെ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ തെറ്റിപ്പോയാൽ അത്രയും റീലും പോവില്ലേ. ഇന്നും പറഞ്ഞാൽ ആ പ്രശ്നമില്ല, സൗണ്ടേ ഇല്ല, നമുക്ക് സമാധാനമായിട്ട് അഭിനയിക്കും. ഡിജിറ്റലാണ്, നമുക്ക് എത്ര വേണേ എടുക്കാം. ആരും ചീത്തയൊന്നും പറഞ്ഞില്ല. മറ്റേത് പേടിയാ. എന്താ പ്രിയങ്കയ്ക്ക് പൈസ പോലും കൊടുക്കണം, എത്ര റീലാ അവൾ പോയി തിന്നട്ടെ നമ്മൾ ഇട്ട് കൊടുത്താലോ. അതുകൊണ്ട് ഇതുവരെ തന്നില്ല. പക്ഷെ ഞാൻ കേട്ടത് കൊടാക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ സിനിമയിൽ ഉള്ള കോസ്റ്റ്യൂം ഇല്ലേ, കോസ്റ്റ്യൂം അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സിനിമയേക്കാൾ കുറച്ചുകൂടി എന്താ പറയുക സെക്സി ആയിട്ടുള്ള കോസ്റ്റ്യൂം അല്ലായിരുന്നു അന്ന് കുറച്ച് സിനിമ. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇടേണ്ടി വന്നിട്ടില്ല ഒരു സിനിമയിലും അല്ലേ? ചേരാത്തോണ്ടൊന്നുമല്ല, നമുക്ക് ഇപ്പൊ എന്നൊരു വേഷത്തിന് വിളിച്ചാൽ എനിക്ക് ചേരുന്ന വേഷം എൻ്റെ വീട്ടുകാരും കല്യാണം കഴിഞ്ഞ ഭർത്താവും അത് മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. നമ്മൾ എന്തിനാ വെറുതെ കുടുംബം കലക്കാൻ പോണത്? ഇല്ല, പറ്റൂല, ഞാൻ ആ വേഷം പോയി ചെയ്യുന്ന പറഞ്ഞ് നിൽക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒതുങ്ങിയാൽ നമുക്ക് കൊള്ളാം. സാധിക്കുള്ളൂ. കാരണം പ്രിയങ്ക എന്നുള്ളൊരു രൂപമുണ്ട്. ഇനി ഞാൻ ഒതുക്കാൻ തീരുമാനിച്ചു. 1011 എഴുതി വെച്ചെങ്കിലാണ് ഇങ്ങനെ ഈ അറ്റത്ത് നോക്കി ഞാൻ ഇതൊന്നും കേട്ടു യാതൊരു വിധ ടെൻഷൻ അടിക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ കാണുമ്പോ തൊട്ട് ഞാൻ അങ്ങനെ തന്നെയല്ലേ.
അല്ല 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 ആ പിന്നെ അത് പറയും അന്നൊക്കെ വേറിട്ട് എന്റെ ഇടയിലിട്ട് വലിച്ച പോലെ ആയിരുന്നു. ഇന്നൊക്കെ ഇത് നോക്കി കുറച്ച് മുമ്പ് ചോദിച്ചു. ഞാനൊരു കോമഡി പറഞ്ഞോട്ടെ. പറഞ്ഞത് ഇവിടെ നമ്മുടെ പുണ്യാളിന്റെ ആനനെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് പ്രിയങ്ക എപ്പോഴും സ്റ്റേജിൽ കയറിയത്. ഞാൻ പറയട്ടെ, ആനാന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടം. പിന്നെ മര്യാദയ്ക്ക് ഇരുന്ന് എന്നെ ഒരുപാട് കളിയൊക്കെ ഒറ്റ ചവിട്ടേ ഉള്ളൂ, ബാലൻസ് ഉണ്ടാവൂല. പിന്നെ അല്ലാണ്ട് ആനാന്നൊക്കെ വിളിച്ച് പിന്നെ വെറുതെ എടാ ബുൾഡോസർ കയറിയോല്ലോ കേട്ടോ. അതെ തവള ലോറിയുടെ അടിപ്പെട്ടവരെ. നിങ്ങൾ ഇവിടെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയൊക്കെ. എനിക്ക് യാതൊരു വിഷമമില്ല, കാരണം തടി എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? കുറയ്ക്കാൻ വേണ്ടി. സാർ ഒരു കാര്യം ചെയ്യും, സിനിമ കുറച്ചില്ലേ? ഞാൻ കുറച്ച് വളരെ മെലിഞ്ഞ് നല്ല സ്മാർട്ടായിട്ട് വരാം. സാറിന്റെ പടത്തിൽ എനിക്ക് നല്ലൊരു എന്ത് പറയുന്നറിയോ? അയ്യോ മെലിഞ്ഞു പോയല്ലോ. മെലിഞ്ഞു പോയിന്നല്ല, പ്രിയങ്കയ്ക്ക് എന്താ അസുഖം? ഇതേ കണ്ടോ മെലിഞ്ഞിരിക്കുന്നു? അല്ല സാറ് വേണി അങ്ങനെ ചലഞ്ച് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഹിന്ദി നടന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിജയന് ഇഷ്ടമാണ്, സൽമാൻ ഖാൻ, തമിഴും. ഞാൻ പറഞ്ഞ അതർ ഇപ്പൊ ഒരു ജയസൂര്യയുടെ നായികയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ സാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ കുറയാം. എന്താവശ്യം ഇരിക്കുന്നു? വെറുതെ മെലിഞ്ഞിട്ടല്ലേ? നമ്മളിത്തിരി എവിടെ ചെന്നാലും ഇങ്ങോട്ട് മാറി നിൽക്കുന്നവരാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അനൂപ് ആവശ്യപ്പെട്ടിട്ടില്ല ഇല്ല, അനൂപിന് എന്റെ ഈ സ്മാർട്ട്നെസ്സും ഈ തടി ഇതൊക്കെ കണ്ടിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചത്. ഇനി പുള്ളി അത് കുറച്ചിട്ട് പുള്ളി പോകുന്ന പറയണേ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അനൂപ് ബ്ലൈൻഡ് ആണോ? അയ്യോ അല്ല, കണ്ണ് കുഴപ്പമില്ലല്ലോ. ഇതേ കൂടുതൽ ഞാനിങ്ങനെ മനസ്സൊരുക്കി. ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച് വേറൊരു കാര്യം ഞാൻ പറയുന്നില്ല പുറത്ത്. ഇങ്ങനെ പറഞ്ഞവരൊക്കെ തടിച്ച് വീർത്ത് ഭാര്യയും കൊണ്ട് നടക്കാൻ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടി നടക്കാം. പറഞ്ഞാൽ അതുപോലെ ഭരിക്കാം. മര്യാദക്കൊക്കെ നിന്നാ കൊള്ളാം. പ്രാക്ക് കറക്റ്റ് കരിനാക്കാം പറഞ്ഞ അച്ഛൻ. ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. തടിക്കട്ടെ വേണ്ട സാറിന്റെ ഭാര്യ വേണോ? കൂട്ടണോ? ഒത്തിരി ഫ്രീ ആകുമ്പോ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ ഭാര്യ നിർത്തി തരാം. നമ്മള് ഈ വണ്ണം മെലിച്ചല് ഇതൊന്നും അല്ല, ശരിക്കും മനസ്സാണ് അല്ലേ? നമ്മളുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഇപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് സൗന്ദര്യം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മാതൃത്വം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വൈഫ്. കുറേ കാലം കഴിയുമ്പോൾ വൈഫ് സുന്ദരിയാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതെ, ആരോ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ ഭാര്യ പെങ്ങളാന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെയാണ്. ഇപ്പോൾ പ്രിയങ്ക ഈ ശരീരം വെച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരുപാട് വേഷങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളൊരു വേഷത്തിന് വേണ്ടി പ്രിയങ്കയെ വിളിക്കുമ്പോഴായിരിക്കും പ്രിയങ്ക മെലിഞ്ഞു വരുമ്പോൾ അയ്യോ പ്രിയങ്ക ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി വണ്ണമുള്ളൊരു ക്യാരക്ടറാണ്, ത്രൂഔട്ട് റോളായിരുന്നു, ഈ റോളിന് ഇതിന് പറ്റില്ല, ഇനിയിപ്പോൾ അടുത്ത പടത്തിൽ നോക്കാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഇങ്ങനെ തന്നെ ആയിട്ട് നിൽക്കുക. പ്രിയയുടെ അതുപോലെ തന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പ്ലസ്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഹ്യൂമർ ചെയ്യാൻ നിസ്സാര കാര്യമല്ല. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു സിനിമ മതി തലവരി മാറ്റി, പിന്നെ ഒരു സിനിമ മതി. അപ്പോൾ അമർ അക്ബർ ആന്റണി ഇതേ ഡയറക്റ്റ് ചെയ്യണം. പിടിച്ചോ? ഞാൻ പഠിക്കൊന്നുമില്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനെ. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും എനിക്ക് ഇഷ്ടമല്ല. സത്യം. വേറെ വിളിച്ചാൽ മതി, അവനെതിരെ ഇഷ്ടപ്പെട്ട് വിളിക്കൊന്നും വേണ്ട. എനിക്ക് ചെയ്യാൻ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. താല്പര്യമുണ്ട്. വെല്ലുവിളി സ്വീകരിച്ചാൽ അതിനകത്ത് ഷാറൂഖ് ഖാനെ ഇടണം. ഞാൻ പറയട്ടെ, ഇതിപ്പോ ജയ നീ പറ്റില്ല, രാജു പറ്റില്ല, ഇന്ദ്രൻ പറ്റില്ല, ഷാരൂഖ് ഖാൻ അമീർ ഖാൻ ഒക്കെ വേണമെന്നുള്ള, പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മോഹിച്ചൂടെ? ഇവര് വിളിക്കുവോ? ഞാൻ ഞാൻ ഇപ്പൊ പുലിവാൽ കല്യാണം കഴിഞ്ഞാണ്ട് 12 വർഷം കണ്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഇതുവരെ എന്റെ പടത്തിലൊക്കെ ഒന്നും വിളിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അതിന് എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടില്ല. പുണ്യാളിനുണ്ടായിരുന്നു, എന്നിട്ട് വേറെ ഇത് വെച്ച് അഭിനയിപ്പിച്ചു. ഞാൻ എക്കാര്യം വിളിച്ചു ചോദിച്ചല്ലേ, ഞാൻ വിളിക്കട്ടെ? ആര്? പ്രിയങ്ക. ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചത് ആ പടം തുടങ്ങണതിന് മുമ്പത്തെ ദിവസം എന്നെ വിളിച്ചതല്ലേ? സത്യം പറ, എന്നെ വിളിച്ചില്ലേ? എന്നെ വിളിച്ചില്ലേ? നല്ല സമയല്ലേ പ്രിയങ്ക തുടങ്ങിക്കോട്ടെ വിളിച്ചില്ലേ? എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ക്യാരക്ടർ പറഞ്ഞില്ല? പുണ്യാളിനല്ലേ? പുണ്യാളിന് വേറെ വെച്ച് അഭിനയിച്ചത്. പക്ഷെ ഒറ്റ കേസ് എന്തറിയോ, പിന്തുടരേണ്ട റോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ വേറെ കാര്യം, നമ്മൾ കോമഡി ചെയ്യുന്നുണ്ട്. അമ്മയുടെ ക്യാരക്ടർ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട്. പക്ഷെ പിന്നെ അമ്മ റോൾ ചെയ്യുന്നില്ല ഞാൻ. സോറി, ഇപ്പൊ അമ്മ റോൾ ഞാൻ ചെയ്യുന്നില്ല. ഇല്ല, എന്നെ വിളിക്കേ വേണ്ട, എനിക്ക് അമ്മ റോൾ. 60 വയസ്സായി എന്നിട്ട് അമ്മ റോൾ. എന്റെ അമ്മയുടെ വയസ്സ് കറക്റ്റ് അറിയാം, 60 വയസ്സ്. എന്റെ അമ്മയുടെ വയസ്സ് കറക്റ്റാ. എന്തിനാ എന്റെ ജയ? അല്ല, ഞാൻ നമ്മുടെ വിയറ്റ്നാം കോളനി അന്ന് സ്കൂളിൽ പഠിക്കണം. വിയറ്റ്നാം കോളനി ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലം?
ഇപ്പൊ പണി ഇപ്പൊ ശരിയാക്കി തരാം. 20 ഇപ്പൊ ശരിയാക്കി തരാം. ഭൂമി ദേവിയുടെ പ്രായമുണ്ട്. അല്ല അങ്ങനെ അധികം പ്രായമൊന്നുമില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു സുഖം കിട്ടുമെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ, നമ്മൾ വിട്ടുകൊടുത്തേക്കാം, സൂഹിക്കട്ടെ പിള്ളേര്. അല്ല പിള്ളേർ നമ്മൾ കൂടി 20 വർഷം 22 വർഷം അത്രയും. അത്ര കൂടി ജീവിച്ചിരിക്കുള്ളൂ ഇനി. അല്ല 20 വർഷം. അല്ല ആ പടം കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 4 വയസ്സ് കൂട്ടി സ്കൂളിൽ പഠിക്കുകയാണ്. എനിക്കിപ്പോ പ്രായം കൂട്ടി പറഞ്ഞോണ്ട് എനിക്ക് ഞാൻ പറയാൻ പറഞ്ഞു, വിയറ്റ്നാം കോളേജിൽ ഞാൻ വന്നിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. ആലപ്പുഴയില് സെറ്റ് ഇട്ടത്. ആ പടം കഴിഞ്ഞ് വരുമ്പോഴാണ് ജയൻ എന്നോട് ചാൻസ് ചോദിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. പിന്നെ എനിക്ക് പ്രാന്തല്ലേ, ഇതിനെന്തോ ഒരു കിളി പോയിട്ടുണ്ട്. ജയ പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എന്നോട് ചാൻസ് ചോദിച്ചില്ലേ? ഓർത്തു നോക്കി. അതെ, അല്ല ഞാൻ വന്നിട്ടുണ്ട് വിയറ്റ്നാം കോളേജിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നു, അപ്പോൾ അവിടെ സെറ്റ് മറ്റേ ഇത് ആലപ്പുഴയിലെ സെറ്റാണ്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അവസരം കിട്ടിയില്ല, കാരണം അവിടെ ഉള്ളവരെ മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പോയി തിരിച്ചുപോയി. അല്ല അതിനകത്തൊന്നും ചെയ്യാതിരിക്കുന്നതന്നെ. അതെ അതെ അതെ. കാരണം നമുക്ക് ചില ആളുകളെ കണ്ടാലറിയാം ഇവരൊന്നും ജൂനിയർ ആർട്ടിസ്റ്റ് ആകേണ്ട ആളല്ല, എന്തെങ്കിലും ആർട്ടിസ്റ്റ് ആകേണ്ട അവരെ നമ്മൾ ഇതിനകത്ത്. കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും കരകയറാൻ വലിയ പാടാണ്. പക്ഷെ ഞാൻ വിനിച്ചു എത്ര പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. പിന്നെ ഓയ്യോ, ഗ്രാമപഞ്ചായത്ത്, KL 795, എറണാകുളത്ത്, അങ്ങനെ ഒരുപാട് പടങ്ങൾ. അപ്പം നമ്മൾ അവരോടൊക്കെ പറയും, ഈ കുറച്ചു കഴിവുള്ളവരാണെന്ന് നമുക്ക് തോന്നുന്നവരോട് പറയും ഇതിനകത്ത് ചെയ്യേണ്ട, വെറുതെ ആൾക്കൂട്ടമാണ്, ഇതിനകത്ത് നമുക്കും ഗുണമില്ല നിങ്ങൾക്കും ഗുണമില്ല, വെറുതെ ഒരാള് എന്നുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് പറയാം. അങ്ങനെ സൂര്യ ഒഴിവാക്കിയതായിരിക്കും. പക്ഷേ സാറിന്റെ വിയറ്റ്നാം കൊണ്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് ലളിത ചേച്ചിയാണ് വെങ്കലത്തിലേക്ക് ഒരു എൻട്രി വന്നത്. ആ ഭരതനോട് പോയി പറഞ്ഞു, അങ്ങനെ പിന്നെ എനിക്ക് കുറെ പടങ്ങൾ അങ്ങനെ കിട്ടി. ആ വെങ്കലം കണ്ടിട്ടാണ് മാന്നാർ മത്തായിൽ വീണ്ടും നാടക നടിയായിട്ട് എന്നെ വിളിക്കുന്നത്. ഉറപ്പാണ് ഇനി എനിക്ക് ആ പടത്തിൽ അതിനു മുൻപ് നാടകത്തിലോ സിനിമയിലോ അല്ലെങ്കിൽ ഒന്നിലും അഭിനയിച്ചിട്ടില്ല. പക്ഷേ മിക്കവാറും ഫസ്റ്റ് ടേക്ക് ഒക്കെ ആയിരുന്നു പ്രിയങ്കയുടെ. ആ വളരെ ടഫായിട്ടുള്ള. എന്തുകൊണ്ടൊക്കെ വീണ്ടും വീണ്ടും എടുക്കാതിരുന്നേ? പിന്നെ പ്രിയങ്കയ്ക്ക് വേഷങ്ങൾ വന്നില്ല. അതൊക്കെ പ്രിയങ്ക ലാലും ഇന്നസെന്റ് ഏട്ടനും ലളിത ചേച്ചി എല്ലാരും കൂടിയുള്ള കോമ്പിനേഷൻ ഒക്കെ ആയിരുന്നു. അത്രയും സീനിയർ ഒന്നാമതായിട്ട് ആ ലൊക്കേഷൻ ചെന്നിട്ട് കുറെ ലാലേട്ടനെ നോക്കിയിരിക്കും ആരാധന, പിന്നെ കുറെ ഇവരെ പപ്പു ചേട്ടനുണ്ട്, അവരെ നോക്കും, എല്ലാരും ഇങ്ങനെ നോക്കും. കാരണം എന്താ ആയിക്കോട്ടെ, അതിനെന്താ നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കുന്ന പോലെയല്ല ഞാൻ അല്ലാതെ നോക്കണത്, ആരാധന കൊണ്ട് നോക്കണത്. നിങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളല്ലേ വായിൽ നോക്കണത്. അത് പോട്ടെ, പെൺപിള്ളേരുടെ മുഖത്തോട് നോക്കൂ. ഇല്ല അത് ശരിയാ, മുഖത്തല്ല നോക്കണത്. ഇപ്പൊ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, മുഖത്ത് നോക്കേ ഇല്ല. അപ്പൊ ഒരു ദിവസം മൊബൈൽ പൊട്ടിത്തെറിച്ചു പോയി, ലേഡീസിന്റെ നമ്പർ കൂടിയിട്ട്. പക്ഷെ നമ്മൾ ഈ കോമഡി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ എവിടെ ചെന്നാലും ഭയങ്കര സ്നേഹമാണ്. ഒരു എവിടെ സ്ത്രീകളെ ആര് കണ്ടാലും ഭയങ്കര പിന്നെ ചിലർ സ്നേഹം കൂടിയിട്ട് എന്താണെന്നറിയോ, പ്രിയങ്ക അട്ടിയാണ് പുറത്തൊക്കെ. ഞാൻ തിരിച്ചു 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എതിരിട്ട് പൊളയാണ്, അവര് രസമാണ്, അവർക്ക് കണ്ടിട്ട് ഇഷ്ടം കൊണ്ട്. സിനിമ കൊണ്ട് തന്നെ ദേഷ്യം തീർത്തതാ, അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എന്തായാലും ഈ വേദിയിൽ സിനിമയുടെ വേദിയിൽ ഒരു ഹാസ്യകലാകാരി പ്രിയങ്ക ഇവിടെ വരികയും ഈ നന്മയുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തതിലും ഒരുപാട് നന്ദി. ഇനിയും അതുപോലെ നല്ല വേഷങ്ങൾ സിനിമയിൽ പ്രിയങ്കയ്ക്ക് ഉണ്ടാവട്ടെ. പ്രിയങ്ക തിയേറ്ററിൽ വരുമ്പോൾ ക്ലാപ്സ് വരുന്ന ഒരു കാലം ഉണ്ടാവട്ടെ. എനിക്ക് വയ്യ, എനിക്ക് അങ്ങോട്ട് ആകെപ്പാടൊരു സന്തോഷം കൊണ്ട് എനിക്ക്. പ്രിയ, തീർച്ചയായിട്ടും നമ്മളും അങ്ങനെ ഒരു സമയം നല്ല സിനിമകളുടെ ഭാഗമാകാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റട്ടെ. എന്താ പടത്തിന്റെ പേര്? അമർ അക്ബർ ആന്റണി. ഞാൻ വേറെ കാര്യം ചോദിച്ചു, പ്രാർത്ഥിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. 100-100 ദിവസം ഓടിക്കോട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രൊഡ്യൂസർ ഓടട്ടെ എന്നാണോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ശരിക്ക് അമ്മ വേഷം അഭിനയിക്കോ? എന്താ അതും എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ പറയും. ശരി, അമ്മയല്ല അമ്മൂമ്മയായാലും ഞാൻ അഭിനയിക്കും. അങ്ങനെ അതിനകത്ത് വേഷം അല്ലേ, അഭിനയമല്ല വലുത്, അത് അമ്മയാണ് അമ്മൂമ്മയായാലും അഭിനയിക്കുക, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അത് ഒരു വലിയ സംഭവമാണ്. അതായത് എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എന്തായാലും സിനിമയിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം തന്നേലും എല്ലാവരും കാണാൻ സാധിച്ചതിന് സന്തോഷം. പ്രോഗ്രാം നല്ല രീതിയിൽ വരട്ടെ. നിങ്ങൾ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും രണ്ടുപേരുടെയും കുറേയും കൂടി അല്ല ഒത്തിരി. പിന്നെ സിദ്ദിഖ് സാറിന്റെ പുതിയ പടമുണ്ട്. സാറേ ആ പടം നന്നായിട്ട് വരട്ടെ. സാറ് ഇവിടെ ഓഫർ തരുന്നുണ്ടോ ഇല്ലയോ എന്തായാലും വന്നതല്ലേ, 2 ഓഫർ കിട്ടിയാൽ അങ്ങോട്ട് പോവാലോ. തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. അപ്പൊ അതുമായി ഇനി എന്ത് വേണം. സന്തോഷായി. ഓക്കെ, താങ്ക് യു പ്രിയ. ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത് കൊടുക്കപ്പെടും. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത് കൊടുക്കപ്പെടും. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത് കൊടുക്കപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പല്ല് എടുത്ത് കൊടുക്കപ്പെടും. ഒറ്റ മിനിറ്റ് കൊണ്ട്
കല്യാണം നടത്തി കൊടുക്കപ്പെടും. ഒറ്റ മിനിറ്റ് കൊണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കപ്പെടും. കടന്നു വരിക, എല്ലാവരും ഇതിന്റെ മുമ്പിലേക്ക് കടന്നു വരിക. ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം നടത്തി കൊടുക്കപ്പെടും. ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒറ്റ മിനിറ്റ് കൂടെ ഐഡി കിട്ടി തരിക. അപ്പൊ തന്നെ ആ ഒറ്റ മിനിറ്റ് കൊണ്ട് എന്നെ റെഡിയാക്കി തരും. പാപ്പച്ചേട്ടാ ഒറ്റ മിനിറ്റ് കാര്യം ഒറ്റ മിനിറ്റ് ഈ ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ മിനിറ്റ് ഇതല്ലേ ഞാനും പറഞ്ഞ ഒറ്റ മിനിറ്റ്. അപ്പൊ എനിക്ക് അവിടെ CD അയച്ചു തരിക, തിരിച്ചു ഓക്കെ. ഒറ്റ മിനിറ്റ് റെഡിയാക്കി തന്നേക്കാം. ഒറ്റ മിനിറ്റ് കട്ട് ചെയ്താ ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാൻ 10-11 മാസമായി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് 4 മാസത്തെ ശമ്പളം അല്ലാണ്ട് വേറെ ഒന്നും തന്നിട്ടില്ല. മാത്രമല്ല എന്റെ പെങ്ങളുടെ കല്യാണം അടുത്ത മാസമാണ്. ഒറ്റ മിനിറ്റ് ഇത് പറയുമ്പോൾ ഒറ്റ മിനിറ്റ് പറയരുത്, ഞാൻ പറഞ്ഞ കേക്ക്. അടുത്ത മാസം എന്റെ പെങ്ങളുടെ കല്യാണമാണ്. ഒരു 50,000 രൂപ അഡ്വാൻസ് ഒന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ കസ്റ്റമേഴ്സിന് വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ പൈസ തരും നിനക്ക്. അല്ലാണ്ട് വേറെ നീ പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കസ്റ്റമേഴ്സ് കൂടെ വന്നോ? അപ്പൊ ചേട്ടാ എന്റെ പെങ്ങളുടെ കല്യാണം ജീവിതത്തിൽ ലൈഫിൽ ആഗ്രഹം. ഒറ്റ മിനിറ്റ് ഇത് തന്നെ ഒറ്റ മിനിറ്റ് കുറെ ആളെ കേൾക്കാൻ തുടങ്ങിയിട്ട്. എല്ലാം നടക്കും. വായിച്ചില്ലേ? ഒറ്റ മിനിറ്റുള്ളിൽ അത് ഞാൻ പറഞ്ഞോളാം. ഒറ്റ മിനിറ്റുള്ളിൽ എല്ലാം ഒറ്റ മിനിറ്റ്. ആൾക്കാരെ വിളിച്ച് കയറ്റി ഒറ്റ മിനിറ്റ് കൊണ്ട് നടത്തി കൊടുക്കപ്പെടും. ഒറ്റ മിനിറ്റ് കൊണ്ട് കല്യാണം നടത്തി കൊടുക്കപ്പെടും. എന്റെ പെങ്ങളുടെ കല്യാണം നടക്കാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം നടത്തി കൊടുക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലേ ഇത് ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം ഞാൻ നടത്തി കൊടുക്കപ്പെടും കേട്ടാ. ഒറ്റ മിനിറ്റ് കൊണ്ട് കല്യാണം, ഒറ്റ മിനിറ്റ് കൊണ്ട് പല്ല് പറിക്കല്, ഒറ്റ മിനിറ്റ് പാമ്പൊന്നും അല്ല പേടിക്കണ്ട. ഇത് ഫോട്ടോ വെച്ച് കടപ്പുറം അല്ല, പേടിക്കണ്ട. പേടിക്കണ്ട, പാമ്പൊന്നും അല്ല ഇത്. ഇത് എവിടെ പോ നിൽക്കുന്നു? ഞാൻ രാജാക്കാട് പോവാൻ നിൽക്കണം. രാജാക്കാട് പോവാൻ നിൽക്കണം? എന്തിന്? എനിക്ക് എന്റെ വീട്ടിൽ പോകണ്ടേ? അവിടെയാണല്ലേ വീട്, രാജാക്കാടാണല്ലേ വീട്. രാജാക്കാട് എന്റെ വീട്. കേട്ടോ നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ രാജാക്കാട് പോകുന്നത് എങ്ങനെ, ബസ്സിനാണോ? ഐശ്വര്യ ബസ് ഇപ്പൊ വരും. ഐശ്വര്യ ബസ്സാ? അങ്ങനെ വന്നേ. അത് ഐശ്വര്യ ബസ്സിലേട്ടത് എണ്ണം കെട്ട ബസ്സാണത്. എന്നുവെച്ചാല് ഇവിടെ ആൾക്കാർ പേരിട്ടേക്കുന്നത് ഐശ്വര്യ ബസ് നല്ലത്, പിന്നെ നശ്വര ബസ് എന്നാണ്. ഈ ബസ്സിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ മൊത്തം ആക്സിഡന്റ് ആണ്. ബസ്സിന് എന്ത് പേരും ആയിക്കോട്ടെ, എനിക്ക് വീട്ടിൽ പോയാ പോരെ. ഒറ്റ ഫോട്ടോ എടുത്ത് പോയാൽ മതി. ആ ബസ്സിലാണ് പോകണമെങ്കിൽ ഒറ്റ ഫോട്ടോ എടുത്തേ പറ്റൂ. ഇത് വലിയ കഷ്ടമായല്ലോ ദൈവമേ. ഈ ഫോട്ടോ എടുത്തിലേക്ക് തനിക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കാൻ പോകണം. അയ്യോ, ഇത് എന്ത് കുരിശാണ്. ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. ഒറ്റ മിനിറ്റ് പാപ്പച്ച, ഇതിന്റെ ഓണർ ഞാൻ വിളിക്കാം. പുള്ളിയായിട്ട് സംസാരിക്കും, പോകരുത്. ശരി, വേറെ എന്റെ ഭ്രാന്തം. അതെ ഐഡിയ അയക്കാം. ഒറ്റ മിനിറ്റ് ഐഡിയ അയച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് ആ സാധനം ക്ലിയർ ആക്കാം. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് ഐഡിയ എഫ് മെയിലോ ഫീമെയിലോ അയച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ഒറ്റ മിനിറ്റ് തിരിച്ചയച്ചേക്കാം. ഒറ്റ മിനിറ്റ് കസ്റ്റമർ സംസാരിക്കരുത്. കസ്റ്റമറാ? ഞാൻ പാസഞ്ചറാണ്. പാസഞ്ചർ സംസാരിക്കരുത്. ഒറ്റ മിനിറ്റ് ഓഫായില്ലേ? എന്താണ് കാണിക്കുന്നത്? ഒരു ഫോട്ടോ എടുപ്പിക്കാൻ എന്തെങ്കിലും തയ്യാറെടുപ്പ്, പല്ല് പഠിപ്പിക്കുക എന്തും ചെയ്യിക്കുന്നത്. പേര് കസ്റ്റമർ? എന്റെ പേര് ജോർജ് എന്നാണ്. ജോർജ്, എവിടെ പോണു? ഞാൻ രാജാക്കാട് എന്റെ വീട്ടിൽ പോകണം. പോണത് രാജാക്കാടല്ലേ? അതെന്നെ കുത്തനെ ഇതിങ്ങനെ പോണേ. ചുരം കയറി പോണ കുറെ വളവുണ്ട്, എല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞു ബോളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താഴത്ത് വീണ് കഴിഞ്ഞാൽ വീണില്ലല്ലോ. അല്ല വീഴൂലോ. എങ്ങനെ വീഴുന്ന പറയണം. വീണ് കഴിഞ്ഞ് ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോ നമുക്കൊരു റിപ്പോർട്ട് വേണ്ടേ? പേപ്പറിൽ, മനോരമ പേപ്പറിൽ ചരമക്കോളം ജോർജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഉഗ്രനായിട്ട് എന്ത് രസമായിരിക്കും അറിയാമത്. എന്തിനാണോ ഈ ഡിജിറ്റൽ അയ്യേ പൊങ്ങിയിട്ടുണ്ടല്ലോ. എന്ത് പല്ല് അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? മിനിറ്റ് ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ പല്ല് പഠിപ്പിക്കണം. എല്ലാ സമയവും കല്യാണത്തിന്റെ കേസ് എല്ലാം കഴിഞ്ഞാണല്ലോ, അത് നോക്കണ്ട. ഏറ്റവും ബെസ്റ്റ് അല്ലേ? അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ പല്ലെടുത്ത് തരുമോ? വണ്ടി വരും ഇപ്പൊ. അത് ഞാൻ ഏറ്റി, വണ്ടി വന്ന കേസൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. സബു എടുത്തോളൂ എല്ലാം ഓക്കെ. ആദ്യം ഒരു കാര്യം ചെയ്യാം സാറേ, നമുക്ക് ആദ്യം ഒന്ന് ഫോട്ടോ എടുപ്പിക്കാം, എന്നിട്ട് എനിക്ക് പല്ലെടുപ്പിച്ചാ പോരെ. വേഗം വേണം കേട്ടോ, എനിക്ക് പെട്ടെന്ന് പോകാനുള്ള. വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവട്ടെ. വാ, പിന്നെ വേറെ വണ്ടിയിലിട്ടാ. ഐശ്വര്യ ബസ്. ഒറ്റ മിനിറ്റ് ഫോട്ടോ. ആ ക്യാബിനിലേക്ക് വാ. നീ ക്യാബിനിലേക്ക് വരും. ഒറ്റ മിനിറ്റ് നീ ക്യാബിനിലേക്ക് വാ. ഒറ്റ മിനിറ്റ്. അത് പോയിക്കോട്ടെ. പോലെ ഇനി നെക്സ്റ്റ് പല്ല് പറിക്കണ്ടേ? അല്ല, വണ്ടി വരുമെന്ന്. വണ്ടി വന്ന കേസൊക്കെ ഞാൻ പറയാം. അതിൽ ഞാൻ ഈ കാരാട്ട് ഇവിടെ നിന്നിച്ചത് ഞാൻ പറഞ്ഞോളാം. ഇനി അടുത്ത പല്ല് പറിക്കണം സാറേ. ഒറ്റ മിനിറ്റ് കട്ട് ചെയ്ത്. ഒറ്റ മിനിറ്റ് പിന്നെ വിളിക്കാം. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു. വീട്ടിൽ പോകണേ. അപ്പുറത്തെ ക്യാബിൻ പല്ല് പറിക്കുന്നത്. വാ, പെട്ടെന്ന് പോണോട്ടെ. എനിക്ക് ഒറ്റ മിനിറ്റ്. കേറിക്കോ, പല്ല് പറിക്കണം. കേറിക്കോ. നോക്കി കേട്ടാ. അയ്യോ
കല്ലുമ്പോ വല്ലെടുക്കണോ പട്ടി എനിക്ക് ഞാനെങ്ങനെ വീട്ടിൽ പോകും സാറേ സാറേ പാപ്പച്ച സാർ ഒന്ന് ഓടി വന്നേ കല്ലുമ്പോ തട്ടിയാണോ വല്ലെടുക്കണോ പട്ടി രാജാക്കട ബസ് രാജാക്കാരെ ഓടിക്കോ ഒരു കസ്റ്റമർ 1 മിനിറ്റ്. ചേട്ടാ ഇപ്പൊ ഞാനിവിടെ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ആൾ ഇവിടെ ഉണ്ടല്ലോ. ഒറ്റ മിനിറ്റ് പാപ്പച്ചൻ. ഒറ്റ മിനിറ്റ് പാപ്പച്ച ഞാനല്ല. അല്ല നിങ്ങളല്ല. അല്ല. സോറി, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. അതൊന്ന് വിളിക്കൂ. പാപ്പൻ ചേട്ടോ ഞാൻ പറഞ്ഞില്ലേ പാപ്പച്ചേട്ടാ. ഒറ്റ മിനിറ്റ്. എന്തോ ഇത് നിർത്ത് ഒറ്റ മിനിറ്റ്. ഇതൊരാൾ കസ്റ്റമർ പിന്നെ വന്നിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഒറ്റ മിനിറ്റ്. ചോദിക്ക് എന്താണ്? നമസ്കാരം. റോഷൻ. റോഷൻ ആൻഡ്രൂസ്. റോഷൻ ആൻഡ്രൂസ് അല്ല, സോറി. അതായത് തളത്തിൽ ജോസ് മകൻ തളത്തിൽ ദിനേശൻ. സിനിമ വടക്കു ഇയാളിത് എന്ത് വർത്താനാണ് പറയണത്? ഇങ്ങോട്ട് നോക്ക്. തളത്തിൽ ജോസ് മകൻ റോഷൻ. റോഷൻ എന്നാണ് എന്റെ പേര്. റോഷൻ. എന്റെ അച്ഛന്റെ പേര് ജോസ്. സത്യം പറഞ്ഞാൽ അച്ഛൻ മരിച്ച ഫോട്ടോ നിങ്ങളാണ്. അപ്പം മരിച്ച ഫോട്ടോ ഒന്ന് എടുത്തത്. ആ ഫോട്ടോ മേടിക്കാൻ വന്നതാണ്. ഒറ്റ മിനിറ്റ് എടുത്താണോ? അത് ഒറ്റ മിനിറ്റ് ഉള്ളി എടുത്ത ഫോട്ടോ. ജോസഫ്. ഞാൻ ആ ഫോട്ടോ ഇപ്പൊ ഒന്ന് മേടിച്ച് മെയിൽ ചെയ്ത് തരാം. നമ്മളാ കുരിശുപള്ളി ഇല്ലേ? ശരി, ഓക്കെ. വളവിലത്തെ അത് പറ. ഇങ്ങനെ മാലാക നിക്കണത് അത് തന്നെ. അല്ലേ? ആ വീട് ആ വളവിൽ തിരിവ്. അതെ. അപ്പൊ അപ്പന്റെ ഫോട്ടോ എടുത്ത് ജോസഫ്, തളത്തിൽ ജോസഫ്. അവിടെ ജോസ് എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ ഫോട്ടോ നമ്മൾ എടുത്തായിരുന്നു. അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോവായിരുന്നു. എടുത്തോട്ടെ. ആ ഫോട്ടോ എടുത്തിട്ട് എല്ലാം ഉണ്ട്. എടുത്തു. ഒറ്റ മിനിറ്റ്. മെൽസി, ശരി ഞാൻ പിന്നെ വിളിക്കാം. എന്റെ പൊന്നെ എന്താണ് വെച്ചോ ഫോട്ടോ കണ്ടേ? സാറേ ഫോട്ടോ ഉണ്ട്. അത് വേറെ കുറെ അകത്തുണ്ട്. 10,000 കണക്കിന് ഫോട്ടോ ഉണ്ട്. ഒറ്റ മിനിറ്റ് എടുത്താ. ഒറ്റ മിനിറ്റ് എല്ലാം ഒറ്റ മിനിറ്റ് ആണല്ലോ അവന്. ഒറ്റ മിനിറ്റ് ഫോട്ടോ. പാപ്പച്ചി പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാലോ. പാപ്പച്ചി പറഞ്ഞാൽ പറഞ്ഞു. ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ഈ സംഭവം? ഇത് എന്റെ അപ്പൻ എവിടെയാണ്? അപ്പൻ കിടക്കുന്ന പെട്ടി എവിടെയാണ്? ഇത് രണ്ടുമുള്ള സ്ഥലത്ത് ഞാനുണ്ടാ. എന്റെ പൊന്നെ എന്ത് ചെയ്യാനാ? എന്തായാലും പറ്റിയത് പറ്റി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംഭവത്തിന്റെ ബില്ല് എത്രയാണ്? 15,000 രൂപ. എത്ര? 15,000 രൂപ ഉള്ളൂ. ഈ ഇരിക്കുന്ന സാധനത്തിന്റെ ബില്ല് മൊത്തം. ഇങ്ങോട്ട് നോക്കിയേ എന്റെ പൊന്ന് പാപ്പച്ച, നോക്കിയേ അതോടെ വെച്ചേ. ഉള്ളതില് തെളിച്ചുള്ള ഒരു 5 എണ്ണം 50 രൂപ അങ്ങോട്ട് തരും. 50 രൂപ? 50 രൂപ അത് നടക്കൂല. ഈ സാധനം എനിക്ക് വേണ്ട. എന്റെ അപ്പൻ എന്ന് പറഞ്ഞാണ്ടില്ല, നാട് മൊത്തം അറിയുന്ന ഒരാളാ. അതായത് പുറത്തിറങ്ങി നിന്ന 10 പേര് അറിയുന്ന ഒരു സംഭവമാണ് എന്റെ അപ്പൻ. നിങ്ങളുടെ അപ്പൻ ആരാ? പാമ്പാടി രാജനാ. എന്താ റോട്ടിലിറങ്ങി എന്താന്ന് അദ്ദേഹത്തെ തൊട്ടുള്ള കളി വേണ്ട. എന്ത്? അത് എനിക്കിട്ടില്ല, ആർക്കും വേണ്ട. താൻ എന്താ വിചാരിച്ചേ? എന്റെ അപ്പനെ പറ്റി എന്ത് പറയുന്നത്? ഏത് പോലീസുകാർക്കും ഒരു തെറ്റ് പറ്റും. എന്റെ അപ്പന്റെ ഫോട്ടോ നോക്കൂ. റോഷന്റെ അപ്പൻ ജോസഫ് അല്ലേ? അതെ. നീ വന്നേ. അപ്പം മരിച്ചു. അതല്ല ഫോട്ടോ. അറിയപ്പെടുന്ന ആളല്ലേ? അതെ. അപ്പനല്ലേ മരിച്ചുള്ളൂ? ആണ്. അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല ഒരു കുഴപ്പമില്ല, വീട്ടിലുണ്ട്. നല്ല പയർ പോലെ ഉഴപ്പല്ലേ? അമ്മ മരിക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാടാ. അപ്പൊ ഈ കറുത്ത് തീർത്തേക്കാം. അത് കണ്ടോ? എന്ത്? ഒറ്റ മിനിറ്റിനുള്ളിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. സംഭവം ചേട്ടാ? നിങ്ങൾക്കാണ് റേഷൻ കാർഡില്ല, ഐഡന്റിറ്റി കാർഡില്ല. എന്റെ ഭർത്താവാണെന്ന് തെളിയിക്കാൻ ഒരു കല്യാണ ആൽബം പോലും ഇല്ല. അതെ. എന്നെങ്കിലും കാലത്ത് ഞാൻ നിങ്ങളൊന്ന് തല്ലി കൊന്നുപോയാ കൊടുക്കാൻ ഒരു ഫോട്ടോ ആകുമല്ലോ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കും. ഒറ്റ മിനിറ്റ് കൊണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കപ്പെടും. സംഭവം ശരിയാണോ? സംഭവം നമ്മുടെ പരശുരാമൻ മഴ എറിഞ്ഞ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒറ്റ മിനിറ്റിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. ഒറ്റ മിനിറ്റിന്റെ ഉള്ളില് കല്യാണം നടത്തി കൊടുക്കും. ഒറ്റ മിനിറ്റിന്റെ ഉള്ളില് പല്ലെടുത്ത് കൊടുക്കും. അല്ല ഇപ്പൊ ഇതിലേതാ വേണ്ടത്? ഇതിലേതാ വേണ്ടത് നിങ്ങൾക്ക്? ഒറ്റ മിനിറ്റ് ഫോട്ടോ എടുത്താൽ മതി. ഫോട്ടോ ഒറ്റ മിനിറ്റിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്ത് വാ. ഒറ്റ മിനിറ്റ് ഫോട്ടോ അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഫോട്ടോ എടുത്ത് വരാം. പാപ്പഞ്ചേട്ടനെ വിളിച്ചോ. പാപ്പഞ്ചേട്ടൻ്റെ ഓണറാണ്, ഞാൻ വിളിക്കണം. പാപ്പഞ്ചേട്ടോ, പാപ്പഞ്ചേട്ടോ ഒന്നിങ്ങ വന്നേ. ഒറ്റ മിനിറ്റ് കൊണ്ട് ആദ്യം കയറിക്കോ. ഞാൻ ഒരു കഷ്ടപ്പെടുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞ ഐ ഡി വിടുക. ആദ്യം ഐ ഡി വിടുക. ഐ ഡി വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് പറയുന്ന വെച്ചാൽ ഐ ഡി വിട്ട് കഴിഞ്ഞാൽ നേരെ ഞാൻ പറഞ്ഞില്ലേ ആ ഒറ്റ മിനിറ്റുള്ളിൽ എല്ലാം ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. മുതലാളി പൊന്നെ ഒറ്റ മിനിറ്റ്. എന്താ ഒറ്റ മിനിറ്റിനുള്ളിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുമോ?
പറഞ്ഞു കൊടുക്കത് അങ്ങോട്ട്. 10 മിനിറ്റിന്റെ ഫോട്ടോ എടുത്തു കൊടുത്തോ. Customer ആണോ? ഞങ്ങക്ക് വീഗാലൻഡ് പോകേണ്ട ആവശ്യമുണ്ട്. ഭീകരൻ ആ വീഗാലൻഡ് പോകാൻ വേണ്ടി വന്നേക്കാ. എവിടെ പോണേ? 10 മിനിറ്റിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്തു. എവിടെ പോണേ? വീഗാലൻഡ് വരെ പോകണം. ഭീകരൻ പോകണ്ട. എന്താ? എന്ത് ബ്ലോക്കാന്ന് അറിയാമോ വഴി? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നല്ല ബ്ലോക്ക് ഉണ്ടാവും, എനിക്ക് പോണം. ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ചന്ദ്ര കൈ ചൂണ്ടേ ചന്ദ്ര. ആരോട്? ഭയങ്കര ബ്ലോക്കാണ്, ബ്ലോക്കാ? ഭയങ്കര ബ്ലോക്കാണ്. ചന്ദ്രൻ വീഗലാൻഡ് പോവണ്ട. എന്താ പോയാ? ഏ പോയെന്താ? വീഗലാൻഡ് ഇവിടെ ഉണ്ടല്ലോ. വീഗാലൻഡ് ഇവിടെ ഉണ്ടോ? എന്നാ വീഗാലൻഡ് ഇങ്ങോട്ട് പറ്റിയത് അല്ല അതല്ല, ഭയങ്കര സംഭവമല്ലോ. റേസ് ആവല്ലേ? ഒന്ന് കൂളായിട്ട് നിൽക്കൂ, നിൽക്കൂ മാഡം. ഹായ്. ഒറ്റ മിനിറ്റ് പാപ്പച്ചൻ. അപ്പൊ വീഗലാൻഡില്ലേ, ഇവിടെ ഫോട്ടോ എടുക്കണം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, മറ്റേ ലണ്ടൻ ബ്രിഡ്ജ്, ചൈന മതിൽ, ഇതെല്ലാം അകത്തുണ്ട്. എല്ലാം ഉണ്ട്. അകത്തുണ്ടോ? എല്ലാം അതിനകത്ത് അതില്ല. ചന്ദ്രൻ വന്നേ. സെബു ഇവിടെ വെക്കൂ. 10 മിനിറ്റിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്തു. 10 മിനിറ്റ് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പഠിക്കണമെങ്കിൽ പല്ല് കേട്ടോ. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവള് കേക്കണ്ട. കുഴപ്പമില്ല. ഐശ്വര്യ ചന്ദ്ര ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഐശ്വര്യു ഉണ്ടാകത്തുണ്ട്. ഉണ്ട്. ഞാൻ ജീവനോട് ഇതുവരെ കണ്ടിട്ടില്ല, സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതല്ല, അവിടെ ഉണ്ട്. ഉണ്ടാ? ആ, ഒരു ചെറിയ സ്റ്റിൽ എടുക്കാൻ വേണ്ടി. ഒരു ഫോട്ടോ എടുക്കാം. സെബു സിബു മോനെ ഒരു ചെറിയ ഫോട്ടോ സ്റ്റില്ല്. ഒറ്റ മിനിറ്റ് ഉണ്ട്. സ്റ്റില്ലം. ഓ കമാൻ. ഒറ്റ മിനിറ്റ് ഉണ്ട്. ധൈര്യം ധൈര്യം. 10 മിനിറ്റിനുള്ളിൽ രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ പറ്റും. എന്താ മാഡത്തിന് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഓ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടം. ഏ ശ്ശെ. ചന്ദ്രൻ അകത്ത് മാഡം, ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റാർസ് ആണ്. അതായത് നമ്മുടെ സിനിമാ താരങ്ങളിൽ ഇഷ്ടം ഓ ആരെയാണ്? അങ്ങനെ ശോ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഷാരൂഖ് ഖാൻ. ഉണ്ട്, അകത്തുണ്ട്. ഷാരൂഖ് ഖാൻ, ഷാരൂഖ് ഖാൻ ജോൺ എബ്രഹാം, ഷാരൂഖ് ഖാൻ എന്ന് വേണ്ട ഇത്യാദി എല്ലാ സംഭവങ്ങളും ഉണ്ട്. അയ്യോ എന്റെ ഈശ്വര, എനിക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. എടുത്തോളൂ ഫോട്ടോ എടുക്കാം. വരൂ. 1 മിനിറ്റ് പാപ്പച്ചനെ അയ്യോ, വിളിക്കണേ. എനിക്ക് ഷാരൂഖ് ഖാൻ എടുക്കാം. ഒറ്റ മിനിറ്റുള്ള ഫോട്ടോ എടുക്കാൻ പോകുന്നത് സംഭവം. ആ ഇത് തന്നെയല്ലേ എന്റെ ഈ ഇവിടെ അല്ലേ ഇതേ ഫോട്ടോ ഒറ്റ മിനിറ്റുള്ള എന്റെ കല്യാണമല്ല, എന്റെ ഫോട്ടോ മതി. സ്ഥാപനം അതിന്റെ പേരിലാണ്. കൺഫ്യൂഷൻ. ഹായ് സാവോട്ടാ, എങ്ങനെയുണ്ട്? നല്ല കിട്ടുന്ന സാധനട്ടാ. ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നല്ല ആപ്പിള് പോലത്തെ പെൺകുട്ടിയാ. അവളെ അടുത്ത് നിന്നപ്പോണ്ടല്ലോ എന്റെ ഉള്ളങ്കാലം ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊരു ഉമ്മ കൊടുക്കുന്നു കളിക്കും. അപ്പൊ നമ്മളൊരു സ്റ്റില്ലെടുത്തില്ലേ, അടിപൊളിയാണ് കേട്ടാ. ഓ ബേസ് പോലെ ഉണ്ടാക്കി വെച്ചേക്കണ ഐശ്വര്യ കണ്ടപ്പോ ഇത്ര കാക്കറാണ്. അപ്പൊ ഒറിജിനൽ ആച്ചെങ്കിൽ ഇവൻ ചത്തുപോയതല്ലേ? അല്ല, നമുക്ക് നയൻതാരമായിട്ട് ചെറിയൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഇല്ലാണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം ശരിയാക്കി തരാം. പക്ഷേ കാവ്യമാധം ഉണ്ടോ? കാരണം എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം നടത്തി കൊടുക്കപ്പെടും. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. 1 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാം നടത്തി കൊടുക്കപ്പെടും. എന്താ പറഞ്ഞ? ഒറ്റ മിനിറ്റിന് കൊണ്ട് എല്ലാം നടത്തി കൊടുക്കപ്പെടും. അതാണ് എഴുതി വെച്ചേക്കണ, മനസ്സിലായില്ലേ? പണി പാളിയാ. 1 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാം നടത്തി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞല്ലേ ഞാൻ ഇത് എത്ര പ്രാവശ്യം പറയണത്? എടി സുമേ, ദേ, എടി സുമേ, ഇങ്ങോട്ട് വരെ. നീ എന്താ അതിന്റെ ഉള്ളില്? എന്താ ചേട്ടാ ഈ കാണിച്ചത്? എന്ത് വളർച്ചപ്പോ ഞാനല്ലേ വീണത്? എന്ത് വൃത്തിയുടെ എടി, നിനക്ക് എന്താ അതിന്റെ ഉള്ളിൽ പണി? ഇതിന്റെ മുതലാളിയായിട്ട് എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് പരിപാടി ഉണ്ട്. സത്യം പറഞ്ഞോ? ചേട്ടാ എന്ത് വൃത്തിയുടെ ആ ചേച്ചി തലണ്ടാവില്ല ആവശ്യമുണ്ട്. ഒറ്റ മിനിറ്റ് ഫോട്ടോ കൊടുത്ത് കൊടുക്കണ കേസല്ലേ പറഞ്ഞു, വേറെ വല്ലതും പറഞ്ഞാൽ ചേട്ടൻ എന്ത് വൃത്തിയുടെ പണിയാ കാണിച്ചു? ഓരോ കാലം ഇവള് കറക്കി കുത്തു തുടങ്ങിയിട്ട് 1 മിനിറ്റിനുള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. പാപ്പ ചേട്ടാ, പാപ്പ ചേട്ടോ, കുട്ടികൾ വന്നത് അത് ഐഡി അയക്കുക. ഐഡി ഒറ്റ മിനിറ്റ് ഐഡി നടക്കില്ല പണ്ണുവാനെ. ഐഡിയ അല്ല പറഞ്ഞത്. പെൺകുട്ടീനെ വിളിച്ചോണ്ടിട്ട് എന്താ അവിടെ? ഒറ്റ മിനിറ്റ് ഒരു പുരുഷനെ ഫോട്ടോ എടുക്ക 10 മിനിറ്റ്. ഒറ്റ മിനിറ്റ് നിൽക്ക്. 1 മിനിറ്റ്. ചന്ദ്രൻ കസ്റ്റമർ വെള്ളത്തേരി ചന്ദ്ര. ചന്ദ്ര നിങ്ങളൊരു മനുഷ്യനല്ലേ? ഞാൻ എന്താ മനുഷ്യൻ? നിങ്ങൾ മനുഷ്യനല്ലേ? താടി വെച്ചോണ്ട് മൃഗാവിലോ? ആണല്ലോ. എനിക്കും താടിയുണ്ട്, ചന്ദ്രനും ചാടിയുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. നിങ്ങളെന്താ ഒരു മിനിറ്റ്, നിങ്ങൾ മൃഗമാവല്ലേ? ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫംഗ്ഷന് പോകുന്നു, വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരുങ്ങി കെട്ടി ഇറങ്ങുന്ന ആരായിരിക്കും? ചന്ദ്രൻ. ഞാൻ ആണല്ലോ. പെണ്ണുങ്ങൾക്ക് ഇത് താമസം വരും. ആണല്ലോ. അവൾക്ക് അല്ലെങ്കിൽ ഒരു താമസം കൂടുതലാ. അല്ല, അതിന് സംഭവിച്ചതും അല്ലാണ്ടൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിച്ചവരെ ഒന്നും നടന്നിട്ടില്ല. ചന്ദ്ര മനസ്സിലാക്കുക. നീയൊക്കെ എന്തിനാടാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അല്ലെങ്കിൽ 1 മിനിറ്റുള്ളിൽ നീയൊക്കെ ചത്തുപോണ്ടായിരുന്നു. നാലോയ്ക്ക് 1 മിനിറ്റ് ഭാവിച്ചാ പറഞ്ഞേ. അങ്ങനെ തല്ലാൻ കൊള്ളില്ല. ഈ പെരുവഴി ഇട്ടിട്ട് എന്റെ ഷോപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് തല്ലിക്കൊല്ലുക. മോശമായി പോയി.
ആലോചിക്കുക നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങള് മോശപ്പെട്ട ചന്ദ്രൻ കാണിച്ച മോശം നീ കരയേണ്ടത് ആലോചിക്കടാ നീയൊക്കെ സുമേ ചന്ദ്രേട്ടനിൽ തെറ്റുപറ്റി ഒറ്റ മിനിറ്റ് അവൻ ഇളക്കിയതാ. ഒറ്റ മിനിറ്റ് കൊണ്ട് പല്ലെടുത്ത് കൊടുക്കപ്പെടും. പോട്. നീ അല്ല നാള് പറഞ്ഞു എന്റെ പല്ലെടുക്കാറായിണ്ടെന്ന്. ബാ പല്ല് പുഴു കുത്തിന്നോ കേടായിന്നൊക്കെ എന്താ പറഞ്ഞായിരുന്നല്ലോ. ചന്ദ്ര വൈഫ് പറഞ്ഞോടെ കേക്ക്. ഒറ്റ മിനിറ്റിനുള്ളിൽ പല്ലെടുത്തു. ഒറ്റ മിനിറ്റ് കൊണ്ട് പല്ലെടുത്ത് കൊടുക്കും. അപ്പൊ സിമ്പിൾ പരിപാടിയാണല്ലോ. നിസാര കാശുള്ളൂ. നിസാര കാശ് 50 രൂപ ഉള്ളു. വാ 50 രൂപ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വാ. എടുക്കാല്ല പല്ല് സമ്മതിച്ചല്ലേ. ഒറ്റ മിനിറ്റിനുള്ള ഫോട്ടോ എടുക്കും. പല്ലെടുക്കും. കല്യാണം കഴിച്ചു കൊടുക്കും. പണി പള്ളിട്ടത്. അയ്യോ കണ്ടുപിടിച്ചല്ലോ. ഇതെന്താ സാധനം? ഇത് പാറക്കല്ല്. പാറക്കല്ല്. എന്തിനാ ഈ വാതിന്റെ കളക്കിൽ കൊണ്ടായിട്ടുള്ളത്? ഇതിപ്പോ ഈ വാതിലിൽ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കസ്റ്റമർ ഇങ്ങനെ വന്ന് തട്ടി ഇങ്ങനെ വീണിട്ട് മോന്തടിച്ച് വീഴുമ്പോഴാണ് പല്ല് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐഡിയ പാപ്പച്ചൻ ചേട്ടൻ പാപ്പച്ചൻ. ഈ പാപ്പച്ചൻ. ഒറ്റ മിനിറ്റ് പാപ്പച്ചൻ. ഒറ്റ മിനിറ്റ് ഇത് ഹനുമാൻ മല തഞ്ഞ പോലെ കൊണ്ടു നടക്കുന്ന എവിടെയെങ്കിലും ഒറ്റ മിനിറ്റ്. സെബു ഈ ടൂൾസ് എടുക്കാൻ ടൂൾസ് പറഞ്ഞാലും ഞാൻ ടൂൾസ് കളിക്കാൻ കണ്ടില്ലല്ലോ. ഇതെന്താ സാധനം? ഇതെന്റെ ടൂൾസാ. ടൂൾസ്. ഒറ്റ മിനിറ്റ്. അയ്യോ എന്റെ കാലുമിച്ച് മുന്നിൽ പൊന്നു. ഒറ്റ മിനിറ്റിന്റെ ഉള്ളിൽ എന്റെ കാലൊടിച്ചപ്പോൾ നമുക്ക് സമാധാനമായില്ലടാ. പപ്പച്ചേട്ടോ ഔ പണി കിട്ടില്ല എനിക്ക്. ഒറ്റ മിനിറ്റ് വേദന ഉണ്ടാ. ഹലോ ഒറ്റ മിനിറ്റ്. ഞാൻ സ്പോട്ടിലെത്തി. ഞാൻ വിളിക്കാം. സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അതെവിടെ എത്തി? ഞാൻ വിളിക്കാം. അതെ ഒറ്റ മിനിറ്റ് പല്ലെടുത്ത് കൊടുക്കപ്പെടും. ഒറ്റ മിനിറ്റുള്ളിൽ കല്യാണം നടത്തി കൊടുക്കപ്പെടും. ഒറ്റ മിനിറ്റുള്ളിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. അതെ അവിടെ തന്നെയാണ്. ഐഡി വിട്ടാ മതി. ഐഡി അതെ. ഒറ്റ മിനിറ്റ് പാപ്പച്ചൻ. അത് ഞാനല്ലേ. പിന്നെ ആരാണ്? ഇല്ല നിക്കണ. ഹലോ ഒറ്റ മിനിറ്റ് പാപ്പച്ചൻ. ഞാന് ഒരു നോട്ടീസ് അയച്ചിരുന്നു. കിട്ടിയായിരുന്നു. ഇപ്പൊ കിട്ടിയായിരുന്നു. തലക്ക് കിട്ടിയത് അതല്ല ചോദിക്കുന്നത്. ഒരു നോട്ടീസ് അയച്ചായിരുന്നു. അത് കിട്ടിയായിരുന്നു. വായിച്ചായിരുന്നു. താൻ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെന്താ ചെയ്യാറുന്നേ? എന്തേ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അല്ലേ? ഒറ്റ മിനിറ്റുള്ള എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ എനിക്ക് അര മിനിറ്റ് മതി. എനിക്ക് അര മിനിറ്റ് മതി. എനിക്ക് അര മിനിറ്റ് മതി. മനസ്സിലായ സെബു? അര മിനിറ്റിനുള്ളിൽ എന്റെ കടയുടെ ഫ്രണ്ടില് അര മിനിറ്റിനുള്ളിൽ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് തുടങ്ങാൻ പോണ സർക്കാരിന്റെ അനുവാദമില്ലാതെ ഇതുപോലെ അനധികൃതമായി കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ 1 മിനിറ്റ് മതിയാവും. പക്ഷെ സർക്കാരിനില്ലേ അര മിനിറ്റ് മതി പൊളിച്ചെടുക്കാൻ. മനസ്സിലായ? ഹലോ എന്താ? ഒറ്റ മിനിറ്റ്. ഇവിടുന്ന് മെഡിക്കൽ കോളേജ് വരെ പോകാൻ എത്ര മിനിറ്റ് എടുക്കും? 10 മിനിറ്റ്. 1 മിനിറ്റ് ഉള്ളിൽ സാധനത്തിൽ എത്തിച്ചോലെ ചത്തുപോകും.